ഏത് കാലം പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഈ വി.ഡി. സതീശൻജി പറയുന്നത്? ഇതാ ഈ കാലമാണോ? 2011, 2016 കാലം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും വി.എസ്. സുകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്ന കാലം കണ്ടു നോക്കൂ. ഇനി അക്കാലത്തെക്കുറിച്ചുള്ള കുറച്ച് വാർത്തകൾ നമുക്ക് നോക്കാം. കേരളം ICUവിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമം, നമുക്ക് കഴിക്കാൻ ചാത്തൻ മരുന്നുകൾ, ആംബുലൻസ് തട്ടിപ്പ്, വയലാർ രവിയുടെ മകനെതിരെ CBI അന്വേഷണം, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ്, സർക്കാർ വാഗ്ദാനം കടലാസിൽ, ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും മുഖ്യമന്ത്രിയുടെ വാഗ്ദാന തട്ടിപ്പ്, സ്കാനിങ്ങോ 2 മാസം കഴിഞ്ഞ് വാ. അക്കാലത്ത് മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് മാതൃഭൂമിയിൽ എഴുതിയ മുഖപ്രസംഗം ഇങ്ങനെ: മരുന്ന് വാങ്ങാനാകാതെ മരിക്കേണ്ട ഗതികേടുണ്ടാകുമോ? അതിനാൽ സതീശൻജി ഇതും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട. അല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റം തകരുകയാണത്രേ. ശരിയാണ്, സിസ്റ്റം തകർന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് ഈ കാലമല്ല, 2011-16 കാലം. അന്ന് അങ്ങടക്കം ആ സർക്കാരിനെ താങ്ങി നിർത്തിയത് ഓർമ്മയില്ലേ? അതിനാൽ ആത്മവഞ്ചനാരുത് സതീശൻജി. ഇന്ന് സിസ്റ്റം തകരുകയല്ല, അങ്ങയുടെ നേതാക്കൾ ഭരിച്ച് മുടിച്ച് തകർത്ത സിസ്റ്റം കെട്ടിപ്പൊക്കുകയാണ്. ഇതാ കാണൂ. ഡോക്ടേഴ്സും ഇവിടുത്തെ ചികിത്സ എല്ലാം സൂപ്പറാണ്. ആരോഗ്യ മന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ്സുകാർ ഒരു സമരം നടത്തിയത് സമര നാടകമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആരോഗ്യ മേഖല ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന 1-ാം നമ്പറായിട്ട് ഞങ്ങളാരുമല്ല, ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേരളമാക്കി മാറ്റിയത് ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം തന്നെയാണ്. ആരോഗ്യ മേഖലയും മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെ പോലുള്ള രോഗികൾ പോകുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത്. കിഫ്ബി വഴി 10,000 കോടിയിലധികം രൂപയുടെ വികസനം, നബാർഡിലൂടെ 1000 കോടിയിലധികം രൂപയുടെ വികസനം, 113 ആരോഗ്യ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഈ തുക ഉപയോഗിച്ചത് നവീകരിച്ചത്. സംസ്ഥാനത്തെ ആശുപത്രികളും പൊതുജനാരോഗ്യ സംവിധാനവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ചതും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതുമാണ്. ഏകദേശം 5 വർഷത്തിനിടെ 50 ലക്ഷം പേരാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചത്. ഈ കാലത്തിനിടെ 24.78 ലക്ഷം പേർക്ക് 8,425 കോടി രൂപയുടെ സൗജന്യ ചികിത്സയും സംസ്ഥാനം നൽകി. കേന്ദ്രത്തിൻ്റെ ആരോഗ്യ സൂചികകളിലെല്ലാം 1-ാം സ്ഥാനം നമുക്കാണ്. ആരോഗ്യ വകുപ്പിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലുമായി 2016 മുതൽ ഇതുവരെ 10,000-ത്തിലധികം തസ്തികകളാണ് സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചത്. കേരളത്തിൽ നിയമന നിരോധനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് AK ആൻ്റണി എന്നാണ്. സർക്കാർ ആശുപത്രികളടക്കമുള്ള ഓഫീസുകൾ ഉൾപ്പെടെ അടഞ്ഞുകിടന്നാൽ കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് അന്ന് AK ആൻ്റണി പരസ്യമായി പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ നമ്മൾ മാനിക്കേണ്ടത്. ഇവിടെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾക്ക് ആരും പ്രയോജനമില്ല. കേരളം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ശമ്പളം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ശമ്പളം കൊടുക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്നാണ്. അങ്ങനെ ഒരു വീമ്പ് കുറച്ചിൽ വലിയ കാര്യമില്ല. ഒരു മാസം ആഫീസ് പൂട്ടിക്കിടക്കുന്നെങ്കിൽ പൂട്ടിക്കിടക്കട്ടെ. കാരണം ഇപ്പൊ തുറന്നുകൊണ്ടാ പ്രയോജനം? തുറന്നുകൊണ്ട് ആർക്കാ പ്രയോജനം? തുറന്നുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലല്ലോ. ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ലാത്ത സർക്കാർ ഓഫീസ് തുറന്നിട്ട് ഇന്ന് കേരളത്തിൽ ആരോഗ്യ വകുപ്പിൽ ഏകദേശം 50,250 സ്ഥിരം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം NHM വഴി 15,574 പേരും ഇതിനു പുറമെ HMC
കാസ്പ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും നിരവധി പേർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം 15,000-ഓളം സ്ഥിരം ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട്. ചികിത്സാ പിഴവ് എന്ന ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ മറവിലാണ് ചിലരുടെ കുപ്രചാരണം. ഒറ്റപ്പെട്ടതാണെങ്കിലും അതും സർക്കാർ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അത്തരം സംഭവങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, നടപടി സ്വീകരിക്കുന്നുണ്ട്. ചില കേസുകൾ തുടരന്വേഷണത്തിന് നടപടിക്കുമായി പോലീസിന് തന്നെ കൈമാറിയതായി നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുകൂടി കേൾക്കൂ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഓരോന്നിലും ഒരു മാസം 4,000-ഓളം മേജർ മൈനർ സർജറികൾ നടക്കുന്നുണ്ട്. വികസിത രാജ്യങ്ങളിൽ പോലും, അതായത് WHO കണക്ക് പ്രകാരം 10% വരെ സർജറിയിലെ പിഴവുകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് 0.2% താഴെയാണ്. സംസ്ഥാനത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയകളും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, റോബോട്ടിക് സർജറി, എൻഡോസ്കോപ്പിക് സർജറി തുടങ്ങിയ ആധുനിക ചികിത്സാ രീതികളും നിലവിലുണ്ട്. വൻകിട ആശുപത്രികളിൽ മാത്രം ലഭ്യമാക്കിയിരുന്ന ഇത്തരം സൗകര്യങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ലഭ്യമാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. എന്നാൽ ഇത് തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ചിലർ നടത്തുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നവർ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണ്. നമ്മുടെ സാധാരണക്കാരായ രോഗികൾ സർക്കാർ ആശുപത്രിയെ ഭീതിയോടെ കാണണം എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് വേണം സംശയിക്കാൻ. ഒരു കാര്യം നാം ഓർക്കണം. കേരളത്തിലെ പ്രധാന സ്വകാര്യ ആശുപത്രികളെ ഇന്ന് അമേരിക്ക കേന്ദ്രമായ ബ്ലാക്ക് സ്റ്റോൺ വാങ്ങിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടിയാണോ പ്രതിപക്ഷ നേതാവടക്കം പണിയെടുക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് കാലം തെളിയിക്കുക തന്നെ ചെയ്യും.